അടുത്തത് സൊല്യൂഷൻ്റെ പാർട്ട് സെക്കൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോലിബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, സോലിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. അതായത് ലിക്വിഡ് സോൾവെൻറ്റിനകത്ത് സൊല്യൂട്ടായിട്ട് നമ്മൾ സോളിഡ് ആഡ് ചെയ്യുമ്പോൾ എത്രമാത്രം സോലിബിൾ ആകുന്നു, അല്ലെങ്കിൽ സോലിബിലിറ്റിക്കുള്ള വേരിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സ്പെരിമെൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 ബീക്കർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോൾവെൻ്റായിട്ട് 1 ഗ്ലാസ് വാട്ടർ എടുത്തിട്ടുണ്ട്. സൊല്യൂട്ടായിട്ട് ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ തരികളാണ് സൊല്യൂട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സോളിഡാണ് സൊല്യൂട്ട്, സോൾവെൻ്റ് എന്ന് പറയുന്നത് ലിക്വിഡുമാണ്. അപ്പോൾ ഇതിൻ്റെ സോലിബിലിറ്റി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ബീക്കറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീക്കറിനകത്തേക്ക് ഞാൻ അല്പം വെള്ളം, ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം ഇതിനകത്തേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന സോളിഡ് സൊല്യൂട്ട് ആണ് ഇടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അല്പം തരി ഈ സൊല്യൂഷനകത്തേക്ക് ഞാൻ ഇടുകയാണ്. അപ്പോൾ അതിനകത്ത് സോലുബിൾ ആകുന്നത് നിങ്ങൾക്ക് ആ ബീക്കറിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഞാനൊരു ഗ്ലാസ് റോഡ് വെച്ച് ചെറുതായിട്ട് ഇതിനെ ഒന്ന് സ്റ്റെർ ചെയ്യുന്നു. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളർ ആ സൊല്യൂഷന് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സോളിഡ് സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ആകുന്നു. അപ്പോൾ അത് കളർ ഉള്ള ഒരു സൊല്യൂട്ട് ആയതിനാലാണ് നമുക്ക് പിങ്ക് കളർ നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് സോലിബിലിറ്റി എത്രമാത്രം സോലിബിൾ ആകും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് സോലിബിലിറ്റിക്ക് എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരല്പം കൂടുതൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് അടുത്ത ബീക്കറിലേക്ക് ഞാൻ ഇടുന്നു. എന്നിട്ട് അതിനെ ഞാൻ നന്നായി സ്റ്റെർ ചെയ്യുന്നു. അപ്പോഴതിൻ്റെ കളർ കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്ത് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അളവ് കൂട്ടിയപ്പോഴും അത് സോലുബിൾ ആകുന്നുണ്ട് ആ സൊല്യൂഷനകത്ത്. അപ്പോൾ രണ്ടിലും എടുത്ത വാട്ടർ ഈക്വൽ വാട്ടറാണ്. രണ്ടിലും പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സോളിഡ് സൊല്യൂട്ടാണ് ഇട്ടത്. അപ്പോൾ ഫസ്റ്റിൽ ഒരു ചെറിയ തരി മാത്രം ഇട്ടു, അത് കംപ്ലീറ്റ് ആയിട്ട് സോലുബിളായി. രണ്ടാമത്തിനകത്ത് അല്പം കൂടെ കൂടുതൽ ഇട്ടു, അപ്പം അളവ് കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റിയും കൂടുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബ് രണ്ട് ബീക്കറും നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആ കളർ ചേഞ്ചിലൂടെ എൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The solubility of a solution is the maximum amount of solute that can be dissolved in a specified amount of solvent at a given temperature. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് വോളിയം അല്ലെങ്കിൽ എമൗണ്ട് സോൾവെൻ്റാണ് എടുത്തത്. ഈക്വൽ വോളിയം സോൾവെൻ്റ് വാട്ടറാണ് എടുത്തത്. അതിനകത്തേക്ക് സോളിഡ് സൊല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അളവാണ് വ്യത്യാസപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ നമ്മൾ ആ പ്രത്യേക ടെമ്പറേച്ചർ എത്രമാത്രം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുന്നത്. ഇനിയും കുറച്ചുകൂടി തരികൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടാൽ ആ വാട്ടറിനകത്ത് അത് സോലുബിൾ ആകും. അപ്പോൾ അത് അങ്ങനെ എത്ര മാക്സിമം പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ഈ നിശ്ചിത അളവ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നോ അതിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം സോലിബിലിറ്റി എന്താണെന്ന്. ദ സോലിബിലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ specified amount of solvent at a given temperature. The solubility of a solute in a liquid depends on the nature of solute and solvent,
ടെമ്പറേച്ചർ, പ്രഷർ. അതായത് ഈ സൊല്യൂട്ട് അതിൻ്റെ സോൾവെൻറ്റിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ സോലുബിൾ ആകുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒരു സോൾവെൻ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതോടൊപ്പം അതിനകത്ത് ആഡ് ചെയ്യുന്ന സൊല്യൂട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ ചെയ്തത്. അത് നിറത്തിലൂടെ നമുക്ക് അന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അതെടുത്തത്. നമുക്ക് പകരം വീട്ടിലുപയോഗിക്കുന്ന ഷുഗർ വാട്ടറിൽ സോലുബിളാക്കി നോക്കാം, സോഡിയം ക്ലോറൈഡ് കറിയുപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഓരോന്നിനും സോലുബിലിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സോലുബിലിറ്റി ആശ്രയിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളെടുക്കുന്ന സൊല്യൂട്ടിൻ്റെ നേച്ചറുണ്ട്, അത് ഏത് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. സോൾവെൻറ്റിൻ്റെ നേച്ചറുമുണ്ട്. അതേപോലെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് സോലുബിലിറ്റിക്ക് വ്യത്യാസം വരാം. അതുപോലെ പ്രഷർ വേരിയേഷനുമുണ്ട്. അപ്പോൾ പ്രഷറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രഷർ എന്നുള്ളത് നമ്മളിവിടെ സോളിഡ് സൊല്യൂട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് പ്രഷറിന് കാര്യമായൊരു ഇഫക്റ്റ് കാണത്തില്ല. എന്നുവെച്ചാൽ സോളിഡ് സബ്സ്റ്റൻസുകളൊക്കെ പൊതുവെ എങ്ങനെയുള്ളവരാണ്, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഹൈലി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. കംപ്രസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളിലാണ് പ്രഷറിന് ഇഫക്റ്റ് വരുന്നത്. ഇത് ഹൈലി ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് പ്രഷറിന് വലിയ വേരിയേഷൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇത്രയാണ് സോലുബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നേച്ചർ ഓഫ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്, ടെമ്പറേച്ചർ, പ്രഷർ. അതിൽ ഒന്നാമത്തേതായിട്ടുള്ള നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് നോക്കാം. അവിടെ പറയുന്നൊരു വേർഡാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതായത് നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ അത് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ബീക്കർ എടുത്തിട്ടുണ്ട്, 2 ടെസ്റ്റ് ട്യൂബും എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ 4 ബീക്കർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ 4 ടെസ്റ്റ് ട്യൂബും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 2 ബീക്കർ 2 ടെസ്റ്റ് ട്യൂബും ആക്കി എടുത്തത്. പിന്നെ സോൾവെൻ്റായിട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബിൽ കെറോസിനും എടുത്തിട്ടുണ്ട്. പിന്നെ സൊല്യൂട്ടായിട്ട് ഉപ്പ്, സോഡിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഫ്തലിൻ, പാറ്റാ ഗുളികയും എടുത്തിട്ടുണ്ട്. ഇത്രയും സബ്സ്റ്റൻസുകളാണ് ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ 2 ബീക്കർ മുന്നോട്ട് എടുത്ത് വെക്കുന്നു. അതിനകത്തേക്ക് വാട്ടർ ഒഴിക്കുകയാണ്, സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടർ ഒഴിക്കുന്നു. അപ്പോൾ സോൾവെൻ്റ് സെയിം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ സെയിം സോൾവെൻറ്റിലേക്ക് ഞാൻ അതിലൊരു ബീക്കറിനകത്തേക്ക് കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കാനാണ് നമ്മൾ നന്നായിട്ട് സ്റ്റർ ചെയ്യുന്നു. ഇനി അത് നോക്കുക, അതിനകത്ത് ഒരല്പം സൊല്യൂട്ട് കിടപ്പുണ്ട്. വീണ്ടും ഞാൻ ഗ്ലാസ് റോഡ് വെച്ച് നന്നായിട്ടൊന്നുകൂടി സ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ്. അപ്പം അന്നേരമുള്ള റൂം ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. അപ്പോൾ ബീക്കർ നോക്കിക്കഴിഞ്ഞാൽ അതിലെടുത്തിരിക്കുന്ന സൊല്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ആ സോൾവെൻറ്റിനകത്ത്, വാട്ടർ എന്ന് പറയുന്ന സോൾവെൻറ്റിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ സൊല്യൂട്ടായ നാഫ്തലിൻ, പാറ്റാഗുളി എടുത്ത് അടുത്ത ബീക്കറിൽ എടുത്തിരിക്കുന്ന സോൾവെൻ്റായ വാട്ടറിലേക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ട് അതും ഒന്ന് സ്റ്റർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഡിസോൾവ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ സ്റ്റർ ചെയ്ത ശേഷം ആ ബീക്കർ എടുത്ത് അതിനകത്തേക്ക് ഒന്ന് നോക്കുക. അതിനകത്ത് നമ്മളിട്ട നാഫ്തലിൻ്റെ പാർട്ടിക്കിൾസ് അതുപോലെ കിടപ്പുണ്ട്. നാഫ്തലിൻ അതിനകത്ത് ഡിസോൾവ് ആയിട്ടില്ല. അപ്പോൾ സെയിം സോൾവെൻ്റാണ്, ഡിഫറെൻ്റ് സൊല്യൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പോളാർ സോൾവെൻ്റായ വാട്ടറിനകത്ത് പോളാർ സോഡിയം ക്ലോറൈഡ് ഡിസോൾവായി, എന്നാൽ പോളാർ സോൾവെൻ്റായ വാട്ടറിനകത്ത് നോൺ പോളാർ സോൾവെൻ്റായ നാഫ്തലിൻ ഡിസോൾവ് ആയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ് നമ്മൾ കെറോസിൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് വെച്ചും നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്നുകൂടി ചെയ്ത് നോക്കുന്നു.
അടുത്തതായിട്ട് കെറോസിൻ എന്ന് പറയുന്ന സോൾവെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കുകയാണ്. വാട്ടർ മാറ്റി പകരം കെറോസിൻ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്തു. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലേക്കും ഈ കെറോസിൻ ഞാൻ ഒഴിക്കുന്നു. അതിനുശേഷം ഈ 2 ടെസ്റ്റ് ട്യൂബിലേക്കും 2 വ്യത്യസ്ത സൊല്യൂട്ടുകൾ ഇടുകയാണ് ചെയ്യുന്നത്. കെറോസിൻ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻ്റ് ആണ്, ഒരു ഓർഗാനിക് സോൾവെൻറ്റുമാണ്. അപ്പോൾ ഈ ഇതിൽ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് പോളാർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് കറിയുപ്പ് അല്പം ഇടുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് സ്റ്റെർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ അത് നന്നായിട്ട് സ്റ്റെർ ചെയ്ത ശേഷം നമ്മൾ അതെടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സൊല്യൂട്ട് ഇതിനകത്ത് ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പം നോൺ പോളാർ സോൾവെൻറ്റിനകത്ത് പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിനകത്തേക്ക് കെറോസിൻ സോൾവെൻ്റ് ഉണ്ട്. അതിനകത്തേക്ക് നോൺ പോളാർ സൊല്യൂട്ടായ നാഫ്തലിൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതും നന്നായി ഒന്ന് സ്റ്റെർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ സ്റ്റെർ ചെയ്ത ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ സൊല്യൂട്ട് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 2 ടെസ്റ്റ് ട്യൂബിൽ ഒന്നിൽ സോഡിയം ക്ലോറൈഡ് ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്ത കിടപ്പുണ്ട്. എന്നാൽ നാഫ്തലിൻ ഇട്ടതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കെറോസിൻ എന്ന് പറയുന്ന നോൺ പോളാർ സോൾവെൻറ്റിൽ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നില്ല, സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുന്നില്ല. നോൺ പോളാർ സോൾവെൻ്റായ നാഫ്തലിൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലുബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് സോലുബിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ദിസ് ബേസ്ഡ് ഓൺ ലെ ഷാർലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് സൊല്യൂഷൻ എന്ന് പറയുന്ന ഫോം ചെയ്യുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും ചേരുമ്പോഴാണ്. അപ്പോൾ സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗീവ്സ് സൊല്യൂഷൻ. ഇപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എൻഡോതെർമിക് പ്രോസസ്സ് ആകാം, അല്ലെങ്കിൽ എക്സോതെർമിക് പ്രോസസ്സ് ആയിരിക്കാം. അപ്പം ഇത് രണ്ടിനും ഓരോ എക്സാമ്പിളാണ് പറയുന്നത്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഈസ് എൻഡോതെർമിക് പ്രോസസ്സ്. അതായത് സോഡിയം ക്ലോറൈഡ് നമ്മുടെ വീട്ടിലെ കറിയുപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് സോലുബിലിറ്റിക്ക് എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു? സോലുബിലിറ്റി ഓഫ് സച്ച് സബ്സ്റ്റൻസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റും. എന്നാൽ ഒരു എക്സോതെർമിക് പ്രോസസ്സിന് എക്സാമ്പിളാണ് ഡിസൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ വാട്ടർ. അവിടെയാണെങ്കിൽ സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇതിനകത്തെ സോഡിയം ക്ലോറൈഡിൻ്റെ ഡിസൊല്യൂഷൻ ഇൻ വാട്ടർ എന്നത് ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ എക്സ്പെരിമെൻ്റ് മാത്രം ഇവിടെ ചെയ്യാം. ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടെസ്റ്റ് ട്യൂബാണ്. ടെസ്റ്റ് ട്യൂബ് അതോടൊപ്പം തന്നെ വാട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ സോഡിയം ക്ലോറൈഡും ഇതിനകത്തുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് അല്പം വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നു. സോൾവെൻ്റ് ആണ്. ഇതിനകത്തേക്ക് അല്പം സോഡിയം ക്ലോറൈഡ്
ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിത് നന്നായി ഷേക്ക് ചെയ്യുന്നു. അപ്പോൾ സോഡിയം ക്ലോറൈഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു എന്ന് നോക്കുക. അപ്പോൾ ഞാനിട്ട സോഡിയം ക്ലോറൈഡ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തു. ഇനി കുറച്ചുകൂടി സോഡിയം ക്ലോറൈഡ് ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി വീണ്ടും ഇതിനെ നന്നായി ഞാൻ ഷേക്ക് ചെയ്യുന്നു. അപ്പം മാക്സിമം ഈ വാട്ടറിൽ എത്രമാത്രം സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുമോ അത്രയും സോഡിയം ക്ലോറൈഡ് ഇപ്പം ഡിസോൾവ് ചെയ്യുന്ന കാണാൻ പറ്റും. അതോടൊപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യാതെ കിടപ്പുണ്ട്. അതോടൊപ്പം നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സർഫസ് ഒന്ന് പിടിച്ചു നോക്കിയാൽ ചെറിയൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്, ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സർഫസിൽ ചെറിയൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ തന്നെ മാക്സിമം ഡിസോൾവ് ചെയ്തു. എന്നിരുന്നാലും അതിനകത്ത് അല്പം സബ്സ്റ്റൻസ് അതിനകത്ത് കിടപ്പുണ്ട്. അത് ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്ന സോഡിയം ക്ലോറൈഡാണ്. ഇനി നമ്മൾ ഈ ഡിസോൾവ് ചെയ്യാത്ത സോഡിയം ക്ലോറൈഡ് എത്രമാത്രം ഡിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ട് ഒരു ബീക്കറിനകത്ത്. അതിനകത്തേക്ക് ഇതിനെ ഇറക്കി വെക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്റ്റർ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഡിസോൾവ് ചെയ്യാതെ കിടന്ന സോഡിയം ക്ലോറൈഡ് അതിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് സ്റ്റർ ചെയ്യുക. അപ്പം നേരിട്ട് ചൂടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചൂടാക്കി ഒരു ബീക്കറിലെടുത്തിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് അല്പം കൂടി തരി കിടപ്പുണ്ട്. വീണ്ടും ഞാൻ നന്നായിട്ട് സ്റ്റർ ചെയ്യുന്നു. വാട്ടർ ബാത്തിൽ വെച്ചിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ ആ ബീക്കറിലെ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ച് ഈ സോലിബിലിറ്റി എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന സോഡിയം ക്ലോറൈഡ്, അതിനകത്ത് ഡിസോൾവ് ചെയ്യാതെ കിടന്ന സോഡിയം ക്ലോറൈഡ് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഏതിൻ്റെ കേസിലാണ്? ഒരു എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു തരി പോലും നമുക്ക് സോഡിയം ക്ലോറൈഡിനെ കാണാനില്ല. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായിട്ട് പ്രഷറാണ്. അപ്പം പ്രഷറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ ആൻഡ് പ്രാക്ടിക്കലി അൺഅഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. അപ്പോൾ സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിനകത്ത് പ്രഷറിന് യാതൊരു ഇഫക്റ്റും ഇല്ല. അപ്പോൾ അത് കാരണം ഹൈലി ഇൻകംപ്രസിബിൾ ആണ് സോളിഡ്സും ലിക്വിഡും എന്നതാണ്. അതായത് പ്രഷർ എന്ന് പറയുന്നത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ ആൻഡ് പ്രാക്ടിക്കലി അൺഅഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. സൊല്യൂഷൻ്റെ പാർട്ട് 2 ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ ബൈ.